ഹലോ, ഗുഡ് ഈവനിങ്. മാതൃഭൂമി ന്യൂസ് പി മാർക്ക് അഭിപ്രായ സർവേയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളം കാത്തിരുന്ന അഭിപ്രായ സർവേ ആരംഭിക്കുകയാണ്. അതിന്റെ രണ്ടാം ഘട്ടം 22 ദിവസം മുൻപാണ് മാതൃഭൂമി ന്യൂസ് ആദ്യഘട്ട അഭിപ്രായ ഫലം പുറത്തുവിട്ടത്. അത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ദിവസങ്ങൾക്കുള്ളിലായിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ്. അതെ, അത് മാർച്ച് 3 മുതൽ 17 വരെയുള്ള സാമ്പിളുകളുടെ അടിസ്ഥാനത്തിലുള്ള സർവേയും അതിൽ നിന്ന് എത്തിച്ചേർന്ന നിഗമനങ്ങളുമായിരുന്നു. ആ സമയത്ത് 14 സീറ്റിൽ UDF ജയിക്കുമെന്നും 5 ഇടത്ത് LDF ജയിക്കുമെന്നും ഒരിടത്ത് ബലാബലമാണെന്നുമാണ് ബലാബലമെന്നായിരുന്നു അന്നത്തെ പ്രവചനം. അന്നത്തെ നില മാറിയിട്ടുണ്ടാവില്ല. കാരണം ഒരു മാസം അതിനുശേഷം ഏതാണ്ട് ഒരു മാസത്തോളമുള്ള കടുത്ത ഇലക്ഷൻ പ്രചരണം നടന്നു. അതിനുശേഷമുള്ള നിലയാണ് നമ്മളിപ്പോൾ അറിയാൻ പോകുന്നത്. അഭിലാഷ്, അന്ന് ഈ 3-4 മണ്ഡലങ്ങളിൽ NDAയുടെ സ്ഥാനാർത്ഥിയെ പോലും പ്രഖ്യാപിച്ചിരുന്നില്ല. NDA സ്ഥാനാർത്ഥികളായി സ്ഥാനാർത്ഥികൾ ജനങ്ങളിലേക്ക് ഇറങ്ങി, ചിത്രം മാറി. അതിനിടയിൽ പല സംഭവങ്ങളുണ്ടായി. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ഉണ്ടാകുന്നു, പാനൂരിൽ ബോംബ് പൊട്ടുന്നു, അങ്ങനെയുള്ള പല സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായി. അതിനുശേഷമുള്ള ഏറ്റവും പുതിയ ഫലസൂചനയാണ് ഇന്ന് മുതൽ മാതൃഭൂമി ന്യൂസ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാമ്പിളുകളിൽ നിന്നുള്ള ഏറ്റവും കൃത്യമായ ഫലപ്രവചനമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ടെൻഷൻ ഉണ്ടോ? കാരണം തെറ്റിപ്പോയി കഴിഞ്ഞാൽ വലിയ പൊങ്കാലയായിരിക്കും. പക്ഷേ സ്ഥാനാർത്ഥികൾക്കും അല്ലേ കൂടുതൽ ടെൻഷൻ തോന്നേണ്ടത്. നമുക്ക് തെറ്റിപ്പോവുക എന്ന് പറയുന്നത് ഇതിനകത്ത് തെറ്റാനുള്ള സാധ്യതയുണ്ട്. ഇത് അഭിപ്രായ ഫലം ആണ്. ജനങ്ങളുടെ അഭിപ്രായം ചോദിച്ച് അതിനനുസരിച്ചുള്ള ഒരു പ്രവചനം മാത്രമാണ്. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ എല്ലാം കറക്റ്റായിട്ട് വന്നാൽ നമുക്ക് ക്രെഡിറ്റ് എടുക്കാം. എങ്ങാനും പാളിപ്പോയാൽ ജനങ്ങളുടെ മനസ്സറിഞ്ഞ് അവരുടെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ച് എന്താണ് കേരളത്തിലെ അതുപോലെ ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യം എന്ന് വിലയിരുത്തുകയാണ് മാതൃഭൂമി ന്യൂസ്. പി മാർക്ക് എന്ന ഏജൻസിയാണ് മാതൃഭൂമി ന്യൂസിന് വേണ്ടി ഈ സർവേ നടത്തിയിരിക്കുന്നത്. പി മാർക്ക് നല്ല 2020 മുതൽ ഇങ്ങോട്ട് ക്രെഡിബിൾ ആയിട്ടുള്ള സർവേകൾ നടത്തിയിട്ടുള്ള ഒരു ഏജൻസി. ദേശീയ തലത്തിൽ തന്നെ ക്രെഡിബിൾ ആയിട്ടുള്ള, ഏതാണ്ട് ആക്യുറേറ്റ് ആയിട്ട് വരുന്ന രീതിയിൽ, പൂർണ്ണമായിട്ടും ആക്യുറസി എന്ന് പറയുന്നത് ആരും അവകാശപ്പെടുന്നില്ല. പക്ഷേ അങ്ങനെ ആക്യുറേറ്റ് ആയിട്ട് ഏകദേശം വരുന്ന രീതിയിലുള്ള പ്രവചനങ്ങൾ നടത്തിയിട്ടുള്ള 2020 ബീഹാർ തെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ട് ഏറ്റവും ഒടുവിൽ നടന്ന 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വരെ സെഫോളജി നടത്തിയിട്ടുള്ള, ഈ പ്രവചനം നടത്തിയിട്ടുള്ള ഏജൻസിയാണ്. ഇത് മാത്രമല്ല, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ തന്നെ ആങ്കർ ചെയ്ത് ഏറെക്കുറെ ശരിയായി വന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അതും പി മാർക്കായിരുന്നു. അതുകൊണ്ട് നമുക്ക് പി മാർക്ക് എന്ന ഏജൻസിയെ കണ്ണും പൂട്ടി അങ്ങ് വിശ്വസിക്കാം. തീർച്ചയായും ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അഭിപ്രായ ഫലം പുറത്തുവിടുന്നതിന് വേണ്ടി, പ്രവചനം പുറത്തുവിടുന്നതിന് വേണ്ടി പി മാർക്കിനെ പൂർണ്ണമായും വിശ്വസിക്കും നമ്മൾ മാത്രമല്ല, പ്രേക്ഷകർക്ക്. തീർച്ചയായിട്ടും മാർച്ച് 27 മുതൽ ഏപ്രിൽ 12 വരെ, മാർച്ച് 27 മുതൽ ഏപ്രിൽ 12 വരെയാണ് ഈ സാമ്പിളുകൾ ശേഖരിച്ചിരിക്കുന്നത്. അത് തെരഞ്ഞെടുപ്പ് പ്രചരണം അതിൻ്റെ മൂർധന്യത്തിലെത്തിയ സമയം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സമയമാണ്. അഭിലാഷ്, ഇന്ന് 14ആണ്. 2 ദിവസം മുൻപ് മിനിഞ്ഞാന്ന് വരെ ഇതിന്റെ ഡേറ്റ കളക്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡേറ്റ കളക്ട് ചെയ്തിട്ടുള്ള തയ്യാറാക്കിയ അഭിപ്രായ സർവേ ഫലമാണ് ഇന്ന് മുതൽ മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുന്നത്. തീർച്ചയായിട്ടും 25,386 സാമ്പിൾ സൈസ്. 25,386 പേരെ നേരിട്ട് കണ്ട് തയ്യാറാക്കിയ ഒരു വലിയ ഒപ്പീനിയൻ പോളിന്റെ വിശദാംശങ്ങളാണ് പ്രേക്ഷകരെ അറിയിക്കാൻ പോകുന്നത്. ഇനി ഇതിനകത്ത് മറ്റൊരു കാര്യമുള്ളത്, പൂർണ്ണമായി നേരത്തെ അഭിലാഷ് ചോദിച്ചില്ലേ, ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചില്ലേ. ടെൻഷനൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും ഇതിനകത്ത് തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. 3% എറർ മാർജിൻ നമ്മൾ കാണണം. അപ്പോൾ 3 അങ്ങോട്ടുമാകാം ഇങ്ങോട്ടുമാകാം. ഇപ്പോൾ 1% ജയിക്കും എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഏതെങ്കിലും മുന്നണി ഉണ്ടെങ്കിൽ അത് ചിലപ്പം അപ്പുറത്തോട്ടും അറിയാം. മാത്രമല്ല, ഇനിയും 10 ദിവസമുണ്ട്. ഇനിയും 10-12 ദിവസമുണ്ട്. അതെ, 26 ഇനിയും 12 ദിവസമുണ്ട്. വളരെ ചെറിയ മാർജിൻ ഒക്കെ ആണെങ്കിൽ അവസാന ദിവസങ്ങളിലെ പ്രചരണം, അവസാന ദിവസങ്ങളിലെ വോട്ടുറപ്പിക്കൽ, അങ്ങനെ പല ഘടകങ്ങൾ അന്തിമ ഫലത്തെ സ്വാധീനിക്കാം. പക്ഷേ ഇത് മുന്നണികളെ സംബന്ധിച്ചും കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ചും ഒക്കെ ഒരു ഗ്രൗണ്ട് എന്താണെന്ന് അറിയാനുള്ള ഒരു അവസരമായി മാറും. ഗ്രൗണ്ട് എന്താണെന്ന് അറിയാനും അവരുടെ പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിഹരിക്കാനും ഉള്ള ഒരു സൂചനയായിട്ട് ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ടൂളാണ് ഈ അഭിപ്രായ സർവേ ഫലം. സർവേ എങ്ങനെ നടത്തി, ഈ നിഗമനങ്ങളിലേക്ക് എങ്ങനെ എത്തിച്ചേർന്നു എന്ന് പി മാർക്കിന് വേണ്ടി അബിൻ തീപ്പുര വിശദീകരിക്കും. ഈ സർവേ നടക്കുന്നൊരു പീരീഡ് എന്ന് പറയുന്നത് എല്ലാ സ്ഥാനാർത്ഥികളും ഡിക്ലെയർഡ് ആണ്, എല്ലാ പാർട്ടികളുടെയും. അവരെല്ലാം ഫുൾ ഫ്ലഷ് ക്യാമ്പയിനിൽ ഗ്രൗണ്ടിലുണ്ട്. പാർട്ടികളെല്ലാം ഫുൾ സ്വിംഗ് ക്യാമ്പയിൻ നടത്തുകയാണ്. ഈ സർവേ നടക്കുന്ന സമയത്ത് ഒരുപാട് ഇഷ്യൂസും ഗ്രൗണ്ടിൽ കത്തി നിൽക്കുന്നുണ്ട്. CA, ഇലക്ടോറൽ ബോണ്ട് വിവാദം, പാനൂർ ബോംബ് സ്ഫോടനം. അതുകൊണ്ട് തന്നെ ഒരു പുതിയൊരു ട്രെൻഡിലേക്കാണ് ഇത് വഴിവെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അഭിപ്രായ സർവേ തന്നെയാവും അന്തിമ റിസൾട്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ പ്രവചനം തന്നെയാവും അന്തിമ റിസൾട്ട് എന്ന ആത്മവിശ്വാസത്തോടെ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ഇത് അവതരിപ്പിക്കുകയാണ്. മാതൃഭൂമി ന്യൂസ് പി മാർക്ക് അഭിപ്രായ സർവേ
ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യത്തെ ചോദ്യം, ഇത് ഏജൻസിയോട് ഈ ഒരു ചോദ്യം ചോദിക്കണമെന്ന് ഞാൻ നിർബന്ധമായും ആവശ്യപ്പെട്ടതാണ്. വോട്ടർമാരോട് ചോദിക്കണം. അതായത് രാജ്യത്ത് സ്വതന്ത്രവും നീതിപൂർവവുമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടോ എന്നുള്ളത് ചോദിക്കേണ്ടത്. അതെന്ന് വെച്ചാൽ അത്തരത്തിൽ അല്ല എന്ന് തോന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് സംശയമുണ്ടാക്കുന്ന രീതിയിലുള്ള പല സൂചനകളും രാജ്യത്ത് കണ്ടതിനെ തുടർന്ന് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിലെ ഈ പൊതു തെരഞ്ഞെടുപ്പാണ് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയ. ജനാധിപത്യങ്ങളുടെ മാതാവാണ് ഇന്ത്യ. ആ ഇന്ത്യയിലെ ഇലക്ഷൻ പ്രോസസ്സ് ഫ്രീ ആൻഡ് ഫെയർ ആണോ? ഐക്യരാഷ്ട്രസഭ പോലും ആ തരത്തിലുള്ള ചില സംശയങ്ങൾ പ്രകടിപ്പിച്ച ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഒരു സവിശേഷമായ ഘട്ടമാണ് ഇത്. അത് മറ്റ് ലോകരാജ്യങ്ങൾക്ക് പല കാര്യങ്ങളിലും അവർ പ്രതികരിച്ചു, ഐക്യരാഷ്ട്രസഭ പ്രതികരിച്ചു. അത് ഒരുപക്ഷെ നിയമപുസ്തകങ്ങളിലുള്ള ചട്ടങ്ങളിലൊന്നും ഇത് ഇല്ലെങ്കിൽ ഈ ഒരു കാര്യം അത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്ന് പറയുന്നുണ്ടാവില്ല. പക്ഷെ ആ പഴുത് ഉപയോഗിച്ചുകൊണ്ട് പല കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ അന്വേഷണ ഏജൻസികളുടെ ഇടപെടൽ, ചിലരുടെ അറസ്റ്റ്, അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടേണ്ടി വന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബിൽഗേറ്റ്സും തമ്മിലുള്ള അഭിമുഖം. ഈ രാത്രിയിൽ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം, ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ ആണോ? സ്വതന്ത്രവും നീതിപൂർവകവുമായ തിരഞ്ഞെടുപ്പാണോ നടക്കുന്നത്? അതാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴുള്ള ജനങ്ങളുടെ പ്രതികരണം ഇതാ. 39% ആളുകളാണ് ഇത് നീതിപൂർവകമായ സ്വതന്ത്രമായ ഇലക്ഷൻ ആണ് എന്ന് അഭിപ്രായപ്പെടുന്നു. 34% പേർ പറയുന്നു ഇത് നീതിപൂർവമായ സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ് അല്ല എന്ന്. 34% പേർ അവർ പറയുന്നു. 27% പേർ ഒരു അഭിപ്രായവും പറയുന്നു. സാധാരണ നിലയിൽ നമ്മുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ 70-80% ആളുകളെങ്കിലും ഇതൊരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ ആണ് എന്ന അഭിപ്രായം രേഖപ്പെടുത്തേണ്ടതാണ്. പക്ഷേ ആശങ്കാജനകം എന്ന് പറയട്ടെ, അങ്ങനെ അഭിപ്രായം രേഖപ്പെടുത്തുന്നവരുടെ എണ്ണം 39% ഉള്ളൂ. ഇപ്പോൾ ഇത് എല്ലാം നല്ല രീതിയിലാണ് നടക്കുന്നത് എന്ന് വിചാരിക്കുന്നവർക്ക് അവർക്ക് വേണമെങ്കിൽ പറയാം 39% പേർ അതേ എന്ന് പറയുന്നില്ലേ 34%. പക്ഷെ അതല്ല അഭിലാഷ്, 70%. ഞാൻ പറയുന്ന ഒരു 51% പേരെങ്കിലും, 100 പേരിൽ 51 പേരെങ്കിലും രാജ്യത്ത് നടക്കുന്നത് സ്വതന്ത്രവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പാണെന്ന് തോന്നിയാൽ മാത്രമേ അതൊരു ഒരു 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 നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമായി മാറുകയുള്ളൂ. ഇത് ഈ സർവേയുടെ പാറ്റേൺ തന്നെ. CSDS ലോക് നീതി അഭിപ്രായ സർവേ നടത്തിയപ്പോൾ ആ അഭിപ്രായ സർവേയിലും ഏതാണ്ട് സമാനമായിരുന്നു. ഇലക്ഷൻ കമ്മീഷനിൽ നിങ്ങൾക്ക് എത്ര ട്രസ്റ്റ് ഉണ്ട് എന്ന ചോദ്യത്തിന്റെ ഉത്തരം അമ്പരപ്പിക്കുന്നതാണ്. ആ നിലയിൽ സ്വതന്ത്രവും നീതിപൂർവകവും അല്ല ഈ തെരഞ്ഞെടുപ്പ് എന്ന് തോന്നുന്നവരുടെ എണ്ണം നമ്മുടെ രാജ്യത്ത് കൂടുന്നത് എനിക്ക് തോന്നുന്നു ഈ സമീപകാല സംഭവ വികാസങ്ങളുടെ കൂടി പശ്ചാത്തലത്തിൽ. ഒരു ലെവൽ പ്ലേയിങ് ഒരു പ്ലാറ്റ്ഫോം, ഒരു ഗ്രൗണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കാര്യത്തിൽ നമുക്ക് പൂർണ്ണമായിട്ടും ഉറപ്പിച്ച് ഉണ്ട്, അങ്ങനെയാണ് ഒരു ഒരു തുല്യമായ നിലയിലുള്ള തെരഞ്ഞെടുപ്പാണ് എന്ന് പറയാൻ കഴിയുന്നില്ല. ഈ രാത്രിയിൽ എനിക്ക് തോന്നുന്നു ഇനി നമുക്ക് അടുത്ത ഈ മണ്ഡലങ്ങളുടെ പ്രവചനത്തിലേക്ക് പോകാം. അതിനാണ് നമ്മുടെ പ്രേക്ഷകർ കാത്തിരിക്കുന്നത്, വളരെ ആങ്ഷ്യസ് ആയിട്ട് കാത്തിരിക്കുന്നത്. ഇനി മണ്ഡലങ്ങളിലേക്ക് ഈ രാത്രിയിൽ ഏറ്റവും ആദ്യം ഫലസൂചന നൽകുന്ന മണ്ഡലം കണ്ണൂർ. കഴിഞ്ഞ മാർക്ക് മാതൃഭൂമി ന്യൂസ് ഒപ്പീനിയൻ പോളിൽ 3% അഡ്വാൻറ്റേജ് കെ സുധാകരനേക്കാൾ MV ജയരാജൻ ഉണ്ടായിരുന്ന മണ്ഡലം. അത് അതേപടി നിലനിർത്തുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദിവസങ്ങൾ കഴിയുന്തോറും LDF മെച്ചപ്പെടുന്നുണ്ടോ അതോ കെ സുധാകരൻ മുന്നേറി വരുന്നുണ്ടോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കണ്ണൂരുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിമറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അത് ആർക്ക് ഗുണം, ആർക്ക് ദോഷം? അതിശക്തമായ രാഷ്ട്രീയ പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. അതിന്റെ വീറും വാശിയും എല്ലാം ആ ഗ്രൗണ്ടിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഞാൻ നേരിട്ട് പോയി കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോകുമ്പോൾ ആ വീറും വാശിയും ഒക്കെ ദൃശ്യമാണ്. എൻ്റെ മണ്ഡലം കൂടിയാണ് കേട്ടോ കണ്ണൂർ. എന്നിട്ട് അഭിലാഷിന് എന്ത് തോന്നി? പലതരത്തിലുള്ള സംസാരങ്ങളുണ്ട്. LDF വലിയ തോതിൽ പ്രതീക്ഷ വയ്ക്കുന്നത് കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട ന്യൂനപക്ഷ വോട്ടുകൾ ഇത്തവണ തിരിച്ചു കിട്ടും എന്നുള്ളതാണ്. മുഖ്യമന്ത്രി പങ്കെടുത്ത CAA അടക്കം പരാമർശ വിധേയമായ സമ്മേളനത്തിൽ വന്നിട്ടുള്ള വലിയ ജനപങ്കാളിത്തം അവരെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ഘടകമാണ്. പിന്നെ അടിസ്ഥാനപരമായി കോരപ്പുഴയ്ക്കപ്പുറത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത്, അതായത് വടകര കണ്ണൂർ മണ്ഡലങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് CPM വേഴ്സസ് CPM വിരുദ്ധർ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കെ സുധാകരനെ സംബന്ധിച്ച്, കെ സുധാകരനാണ് CPM വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും ശക്തനായ പ്രതീകം എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് എല്ലാ വോട്ടുകളും, അതായത് എല്ലാ CPM വിരുദ്ധ വോട്ടുകളും, എല്ലാ ഭരണവിരുദ്ധ വോട്ടുകളും തന്നിലേക്ക് കൺസോളിഡേറ്റ് ചെയ്യാം എന്ന ആത്മവിശ്വാസമുണ്ട്. നമ്മുടെ ആദ്യത്തെ സർവേ കണ്ടിട്ടൊന്നും UDF ക്യാമ്പ് കുലുങ്ങിയിട്ടില്ല. ഓക്കെ, പക്ഷേ എനിക്ക് തോന്നിയ ഒരു കാര്യം, അവിടുത്തെ ന്യൂനപക്ഷ വോട്ട്, ഇപ്പൊ CAA കാര്യം പറഞ്ഞു, CAA പൂർണ്ണമായിട്ടും ഇപ്പോഴത്തെ പ്രചരണം ഇടതുപക്ഷത്തിന് പൂർണ്ണമായിട്ടും അങ്ങനെ കൊണ്ടുവരുമോ എന്നുള്ള ഒരു വോട്ട് കൊണ്ടുവരുമോ എന്നുള്ള ഒരു കാര്യം.
അതുപോലെ തന്നെ ന്യൂനപക്ഷ വോട്ടുകളുടെ കാര്യത്തിൽ കെ സുധാകരനെ ഒരു അല്പം മൃദു ഹിന്ദുത്വ നിലപാട് അല്ലെങ്കിൽ BJPയുടെ കാര്യത്തിൽ അല്പം ഒരു സോഫ്റ്റ് ആയിട്ടുള്ള നിലപാടെടുക്കുന്ന സുധാകരനെ അങ്ങനെ വിശ്വസിക്കണമോ എന്ന് വേണമെങ്കിലും ന്യൂനപക്ഷം ചിന്തിക്കാം. അതുകൊണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ എങ്ങോട്ട് പോകും എന്നുള്ളത് ഏറ്റവും പ്രധാനമാകും. ന്യൂനപക്ഷ വോട്ടുകൾ അവിടെ വളരെ നിർണായകമാണ്. അതിൽ ഇപ്പോൾ ഈ സുധാകരൻ ഒരു പക്ഷേ BJPയിലേക്ക് പോകാം എന്ന ക്യാമ്പയിൻ, ഐ വിൽ ഗോ വിത്ത് BJP എന്ന് പറഞ്ഞ ആളാണ് സുധാകരൻ എന്നൊക്കെയുള്ള ക്യാമ്പയിൻ LDF നടത്തുന്നുണ്ട്. പക്ഷേ ഞാൻ പറയുക, കണ്ണൂരിൻ്റെ പൊളിറ്റിക്സിൽ CPM വിരുദ്ധർ എന്ന രണ്ട് ദ്വന്ദ്വമേ ഉള്ളൂ. അതിൽ മുസ്ലിം ലീഗുകാരും ഈ CPM വിരുദ്ധരായ BJPക്കാരും എല്ലാം അവരുടെ ഒരു എന്താ പറയുക പൊതു ചിഹ്നമായി കാണുന്നത് സുധാകരനെ ആയിരിക്കും. അതുകൊണ്ട് അങ്ങനെ ഈ പറഞ്ഞ ക്യാമ്പയിൻ, സുധാകരൻ നാളെ BJP ആകുമെന്ന ക്യാമ്പയിൻ UDFന് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ കണ്ണൂരിലുള്ള ഇടതുപക്ഷ പ്രവർത്തകർ തന്നെ ഇത്രയും BJP എതിർപ്പ് എല്ലായിടത്തും ആ രീതിയിൽ പ്രചരിപ്പിക്കണമോ, CPM തന്നെ പ്രചരിപ്പിക്കണമോ, CAA ഒരു വിജയിക്കുന്ന തന്ത്രമാകുമോ തുടങ്ങിയ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് വേണ്ടി കൈപ്പത്ത് ചിഹ്നത്തിൽ മത്സരിച്ച C രഘുനാഥാണ് ഇത്തവണ BJPക്ക് വേണ്ടി ലോക്സഭാ മണ്ഡലത്തിൽ താമര ചിഹ്നത്തിൽ മത്സരിക്കുന്നത്. എത്ര വോട്ട് പിടിക്കും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം. അവിടെ രണ്ട് തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. BJP പ്രതീക്ഷിച്ചത് സാധാരണ നിലയിൽ കോൺഗ്രസിലേക്ക് പോകുന്ന ചില വോട്ടുകൾ കൂടി ഇത്തവണ ഞങ്ങളുടെ കിറ്റിയിലേക്ക് കിട്ടുമെന്നുള്ളതായിരുന്നു. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് BJP പ്രവർത്തകർക്ക് തന്നെ ദഹിച്ചിട്ടില്ല. കാരണം ഞങ്ങളുടെ നേതാക്കൾ ഇവിടെ ധാരാളമുള്ളപ്പോൾ കോൺഗ്രസിൽ നിന്ന് കഴിഞ്ഞ ദിവസം മാത്രം വന്ന ഒരാളെ സ്ഥാനാർത്ഥിയാക്കി എന്തിനിങ്ങനെ ഒരു പരീക്ഷണം എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അപ്പോൾ BJP വോട്ട്, സാധാരണ നിലയിൽ BJP വോട്ട് വളരെ കുറഞ്ഞ ശതമാനം മാത്രം BJP കാൻഡിഡേറ്റിന് കിട്ടുന്ന, അല്ലെങ്കിൽ BJP വോട്ട് ഷെയർ വളരെ കുറവായിട്ടുള്ള മണ്ഡലമാണ് കണ്ണൂർ. ഇത്തവണ C രഘുനാഥ് പരീക്ഷണത്തിലൂടെ BJPക്ക് അധികമായി വോട്ടുകൾ കിട്ടാൻ ഇടയില്ല എന്നാണ് ഞാൻ സംസാരിച്ച BJP പ്രവർത്തകർ തന്നെ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ വോട്ടുകൾ എങ്ങോട്ട് പോകും എന്നുള്ളത് നിർണായകമാണ്. അഭിലാഷ്, നമുക്ക് ഒരുപാട് വിശദീകരിക്കുന്നതിന് മുമ്പ് അത് കെ സുധാകരനിലേക്ക് പോകും. എന്തായാലും നമുക്കിനി വെച്ച് താമസിപ്പിക്കുന്നില്ല. കണ്ണൂര് എന്താണ് ചിന്തിക്കുന്നത്, കണ്ണൂരിൽ ആരാണ് മുൻപിൽ, കണ്ണൂരിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്ഥിതി എന്താണ് എന്ന് പരിശോധിക്കുന്നത്. ഇതാ വരുന്നു മലബാർ എക്സ്പ്രസ് വരുമ്പോ ഏറ്റവും മുൻപിൽ ഇതാ MP ജയരാജൻ 43, കെ സുധാകരൻ 42, അതുപോലെ BJPയുടെ സ്ഥാനാർത്ഥി C രഘുനാഥ് 12. ഇഞ്ചോടിഞ്ചായി മാറിയിരിക്കുന്നു കണ്ണൂർ. 3% നിന്ന് 1%ലേക്ക് മാർജിൻ കുറഞ്ഞു MP ജയരാജന്റെ. നോക്കൂ, നമ്മുടെ സർവേയുടെ മാർജിൻ ഓഫ് എറർ ±3 ആണ്. ഇപ്പോ ഇവിടെ LDFും UDFും തമ്മിലുള്ള അന്തരം വെറും 1%. 1 പോയിന്റാണ്, ഒരൊറ്റ പോയിന്റ് വ്യത്യാസത്തിൽ MP ജയരാജൻ മുൻപിലാണ്. അത് അങ്ങനെ ഒരു വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു ശതമാന കണക്കേ അല്ല. ഈ 1% എന്ന് പറയുന്നത് എങ്ങോട്ട് വേണമെങ്കിലും അറിയാം. ഇതിൽ നിന്ന് നമുക്ക് പറയാൻ കഴിയുക, കണ്ണൂരിൽ പ്രവചനാതീതമായ ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്നു എന്നുള്ളതാണ്. ഒരൊറ്റ പോയിന്റ് വ്യത്യാസത്തിൽ MP ജയരാജൻ ഇപ്പോൾ ഈ നിമിഷം മുൻപിലാണ്. ഇനിയും 10 ദിവസമുണ്ട്, എന്തും സംഭവിക്കാം. 12 ദിവസം, അതായത് വോട്ടെടുപ്പിലേക്ക് പോകാൻ 12 ദിവസമുണ്ട്. അവിടെ നിർണായകമാകുന്ന, നേരത്തെ അഭിലാഷ് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, രഘുനാഥിന് കിട്ടാതെ പോകുന്ന BJP വോട്ടുകൾ അത് എങ്ങോട്ട് പോകും എന്നുള്ള ഒരു കാര്യം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, SDPI വോട്ടുകൾ. KK അബ്ദുൽ ജബ്ബാർ 2014 മത്സരിക്കുമ്പോൾ 19,000 വോട്ട് പിടിച്ചു. 19 അത് 8,000 വോട്ടായിട്ട് കുറഞ്ഞു. അന്ന് ജയിക്കുന്നത് കെ സുധാകരൻ. കൂടുതൽ വോട്ട് പിടിക്കുമ്പോൾ ജയിക്കുന്നത് PK ശ്രീമതി. അതായത് ഇത്തവണ അവരുടെ വോട്ടുകൾ എങ്ങോട്ട് പോകും? അവരിപ്പോൾ UDFന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ SDPI, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ പൊളിറ്റിക്കൽ ഇസ്ലാം ഫോളോ ചെയ്യുന്ന ആ ചിന്താഗതിക്കാരായ ആളുകൾ ഈ ഇലക്ഷനിൽ UDFനെ ചൂസ് ചെയ്യാനാണ് സാധ്യത കൂടുതൽ. കാരണം അവർക്കിടയിലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രചരണം, കേന്ദ്രവും സംസ്ഥാനവും ഒരുപോലെ അനീതി ചെയ്യുന്നു, മുസ്ലിങ്ങൾ ഇരകളാകുന്ന കേസിൽ നീതി കിട്ടുന്നില്ല, CAAക്കെതിരെ ഇവിടെ വലിയ വാചാടോപം മുഴക്കുന്ന സർക്കാർ കേസുകൾ വരുമ്പോൾ അതിന് അനുകൂലമല്ലാത്ത സമീപനം സ്വീകരിക്കുന്നു, CAA കേസുകൾ പിൻവലിക്കാമെന്ന് പറഞ്ഞിട്ട് പിൻവലിച്ചില്ല. ഇങ്ങനെയുള്ള പ്രചരണം ധാരാളമായി നടക്കുന്നത് കൊണ്ട് SDPI വോട്ടുകൾ ഇത്തവണ UDFന്റെ കിറ്റിയിൽ തന്നെ വീഴും. എന്ന് മാത്രമല്ല, SDPI ഉണ്ടായ ശേഷം ആദ്യത്തെ രാഷ്ട്രീയ പരീക്ഷണം നടത്തിയത് 2009 കണ്ണൂരിലായിരുന്നു. അത് കെ സുധാകരൻ ലോക്സഭയിലേക്ക് ജയിച്ച ആ ഉപതെരഞ്ഞെടുപ്പ്. അതെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ SDPI വോട്ടുകൾ, അതുപോലെ തന്നെ BJP വോട്ടുകൾ, അതായത് BJP സ്ഥാനാർത്ഥി കിട്ടാതെ പോകുന്ന BJP വോട്ടുകൾ പോകാൻ സാധ്യത കൂടുതൽ കെ സുധാകരനിലേക്കാണെങ്കിൽ ഈ 1% എന്ന് പറയുന്നത് മാറി. നമുക്കിപ്പോൾ പ്രേക്ഷകരോട് പറയാൻ കഴിയുന്ന കാര്യം, കണ്ണൂർ ടു ക്ലോസ് ആണ്, വളരെ വളരെ അടുത്താണ്. LDFും UDFും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാണ്. അതിലൊരു പൊട്ടിക്ക് മുന്നിൽ MP ജയരാജൻ. അതിനകത്ത് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, നമ്മൾ പറയാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. പാനൂരിലെ ബോംബ് സ്ഫോടനം അതൊരു പക്ഷേ വടകരയും അതുപോലെ തന്നെ കണ്ണൂരും ഒക്കെ അതിന്റെ അലയൊലികൾ ഉണ്ടാക്കിയേക്കാം, അതിന്റെ പ്രകമ്പനങ്ങൾ ഉണ്ടാക്കിയേക്കാം. ആ പ്രകമ്പനം CPMനെതിരാകുമോ എന്നുള്ളതും ഒരു പ്രശ്നമാണ്. മാതൃഭൂമി ന്യൂസ് P-മാർക്ക് അഭിപ്രായ സർവേയിലെ അടുത്ത മണ്ഡലം എറണാകുളം. കണ്ണൂരിൽ നിന്ന് എറണാകുളത്തേക്ക് എന്ന് മാത്രമല്ല, കഴിഞ്ഞ തവണ
നമ്മൾ ആദ്യഘട്ട സർവേയിൽ 15% ലീഡ് ഹൈബി ഈഡന് കൊടുത്ത മണ്ഡലമാണ് എറണാകുളം. അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായി അറിയേണ്ടത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 1,69,000 വോട്ടിന് ഹൈബി ജയിച്ച മണ്ഡലം കഴിഞ്ഞ തവണ, അതായത് നമ്മുടെ ആദ്യഘട്ടം സർവേയിൽ അഭിലാഷ് പറഞ്ഞതുപോലെ 15% ഡിഫറൻസിൽ ഹൈബി ഈഡൻ മുന്നിലായിരുന്നു. അതെ, അത് കഴിഞ്ഞ് നമ്മൾ ആ സർവേ നടത്തിയത് മാർച്ച് 3 മുതൽ 17 വരെയുള്ള സാമ്പിളുകളിൽ നിന്നാണെങ്കിൽ ഇത് ഏപ്രിൽ 12 വരെയുള്ള സാമ്പിളുകളിൽ നിന്നാണ്. അതിനർത്ഥം ഏറ്റവും ലേറ്റസ്റ്റ് ആയ, അതായത് തെരഞ്ഞെടുപ്പ് പ്രചരണം അതിന്റെ മൂർധന്യത്തിൽ എത്തി നിൽക്കെ ആളുകളുടെ അഭിപ്രായം ശേഖരിച്ച് എത്തുന്ന നിഗമനം എന്ത് എന്നുള്ളത് വളരെ വളരെ പ്രസക്തമാണ്. അഭിലാഷ്, അതിൽ തന്നെ ഒരു കാര്യം, ഷൈൻ ടീച്ചർക്ക് എന്ത് തരത്തിൽ ആ മണ്ഡലത്തിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയെന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പം ഇടതുപക്ഷത്തുള്ളവർ തന്നെ പറയുന്ന ഒരു കാര്യം, പി രാജീവ് നേടിയതിനേക്കാൾ വോട്ട് നേടാനും അതുപോലെ തന്നെ ഒരുപക്ഷെ ഹൈബി ഈഡനുമായിട്ടുള്ള ഗ്യാപ്പ് കുറയ്ക്കാനും, അതായത് മാർജിന്റെ ഗ്യാപ്പ് കുറയ്ക്കാനും പറ്റും, തൊട്ടടുത്തെത്താൻ പറ്റും എന്ന് പറയുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ എറണാകുളത്ത് എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. പ്രത്യേകിച്ചും കഴിഞ്ഞ നമ്മുടെ ഒന്നാം ഘട്ടത്തിന്റെ സർവേ ഫലം കൂടി മുൻപിൽ വെച്ച് നോക്കും. തീർച്ചയായും. മാത്രമല്ല എറണാകുളത്താണ് ഏറ്റവും നല്ല ഫ്ലെക്സ് ബോർഡുകളും നല്ല പോസ്റ്ററുകളും ഞാൻ കണ്ടത്. എന്ന് മാത്രമല്ല ഇത്തവണത്തെ ഒരു ഫാക്ടർ, അവിടെ 2020 സ്ഥാനാർത്ഥിയായി നിർത്തി മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് എറണാകുളമാണ്. ആന്റണി ജൂഡി എന്ന സ്ഥാനാർത്ഥി അവിടെ സജീവമായി രംഗത്തുണ്ട്. ആ 2020 ഫാക്ടർ എത്ര ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാക്കി എന്നുള്ളതും നമ്മൾ അറിയാനിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഏതായാലും എനിക്ക് തോന്നുന്നു നമുക്ക് റിസൾട്ടിലേക്ക് പോകാം. യെസ്, എറണാകുളത്ത് എന്താണ് സംഭവിക്കുക? എറണാകുളം ആരെ തുണയ്ക്കും? എറണാകുളത്തിന്റെ റിസൾട്ട് ഇതാ വന്നുകൊണ്ടിരിക്കുന്നു. യെസ്, ഹൈബി ഈഡൻ 41 എന്ന നമ്പറിലേക്ക്. ഹൈബി ഈഡൻ 41, KJ ഷൈൻ 31, KS രാധാകൃഷ്ണൻ 18. ഇതാണ് എറണാകുളത്തെ സംബന്ധിച്ച് നമുക്ക് നൽകാൻ കഴിയുന്ന ചിത്രം. അതിനർത്ഥം ഹൈബി ഈഡനും KJ ഷൈനും തമ്മിലുള്ള ഡിഫറൻസ് കുറഞ്ഞിരിക്കുന്നു. ഇപ്പൊ 10% വ്യത്യാസം, 10% ഡിഫറൻസേ ഉള്ളൂ. 41-31. ഇതെങ്ങനെ സംഭവിക്കുന്നു? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതെങ്ങനെ സംഭവിക്കുന്നു? ഷൈൻ ടീച്ചർ കൂടുതൽ വോട്ട് നേടുന്നതാണോ അതോ ഹൈബിയുടെ വോട്ട് ശതമാനം കുറയുന്നതാണോ? കഴിഞ്ഞ തവണ 50% വോട്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഹൈബി നേടിയത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഹൈബി നേടിയ വോട്ട് ശതമാനത്തെക്കാൾ കുറയുന്നു എന്നാണ് സൂചന. എന്ന് മാത്രമല്ല, നമ്മൾ ആദ്യഘട്ട സർവേ നടത്തിയപ്പോൾ അപ്പോൾ ഹൈബി ഈഡന് പ്രവചിച്ച വോട്ട് ഷെയർ 46%. അത് 41 കുറഞ്ഞിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം. KJ ഷൈൻ 31% തന്നെ നിൽക്കുകയാണ്. അതായത് ആദ്യഘട്ട സർവേയിലും രണ്ടാം ഘട്ട സർവേയിലും 31% വോട്ടാണ് KJ ഷൈന് വേണ്ടി പ്രവചിക്കുന്നത്. KS രാധാകൃഷ്ണൻ വോട്ട് വിഹിതത്തിൽ വർധനവ് വരുത്തിയിട്ടില്ല. 18%, 19% ഇതിൽ നിൽക്കുകയാണ്. അപ്പോൾ അവിടുത്തെ എക്സ് ഫാക്ടറായിട്ട് വരുന്നത് എനിക്ക് തോന്നുന്നു 2020 പ്രചരണം ഹൈബി ഈഡന്റെ വോട്ട് വിഹിതത്തെ ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഒന്നാം ഘട്ടത്തിന്റെ കാര്യത്തിൽ വെച്ച് നോക്കുമ്പോൾ ഡിഫറൻസ് ഉണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, ജനങ്ങൾ വോട്ട് ചെയ്ത തെരഞ്ഞെടുപ്പുമായിട്ട് നോക്കുമ്പോൾ കഴിഞ്ഞ തവണ 50% വോട്ട് നേടിയ ഹൈബിക്ക് 41% കുറയുന്നുണ്ടെങ്കിൽ 9% വോട്ട് കുറവ് വരുന്നു. അതെങ്ങനെ സംഭവിക്കുന്നു? ഷൈൻ ടീച്ചർ കൂടുതൽ വോട്ട് പിടിക്കുന്നതാണോ അതോ ഇപ്പോൾ പറഞ്ഞ പ്രശ്നം 2020 ഒരു വലിയ ഫാക്ടറായിട്ട് അവിടെ വരുന്നു? അതിലുപരി ഒരു കാര്യം, SDPI UDFന് പിന്തുണ പ്രഖ്യാപിച്ചു. ഇത് കൂടുതൽ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള അല്ലെങ്കിൽ ക്രൈസ്തവ സഭയ്ക്ക്, ക്രൈസ്തവ അംഗങ്ങൾക്ക്, സഭാംഗങ്ങൾക്ക് കൂടുതൽ ഒരു സ്വാധീനമുള്ള മണ്ഡലത്തിൽ വോട്ട് തിരിക്കുന്നുണ്ടോ അതോ UDFൽ നിന്ന് വോട്ട് മാറ്റുന്നുണ്ടോ? പ്രത്യേകിച്ചും കേരള സ്റ്റോറി പോലുള്ള വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ എന്നുള്ളതും പ്രധാനപ്പെട്ട പല ഘടകങ്ങൾ അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എറണാകുളം അങ്കമാലി അതിരൂപത വളരെ ശക്തമായി ഇസ്ലാമോഫോബിയക്കെതിരെ നിലപാടെടുക്കുന്ന ഒരു അതിരൂപതയാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പരിധിയിൽ വരുന്ന മേഖലകളാണ് ഇതിൽ കൂടുതൽ എന്ന ഒരു ഘടകം അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് കേരള സ്റ്റോറി പോലെയുള്ള ഘടകങ്ങൾ ക്രൈസ്തവ വോട്ട് ഏകീകരണത്തിലേക്ക് നയിക്കാനുള്ള സാധ്യത കുറവാണ്. ഇവിടെ കുറച്ച് ലത്തീൻ വോട്ടുകൾ LDFന് സമാഹരിക്കാൻ കഴിയുമെന്ന സൂചന ഈ സർവേ നൽകുന്നുണ്ട്. അതിനേക്കാൾ ഉപരിയായി 10% വോട്ട് ഒരുപക്ഷെ 2020 പിടിച്ചേക്കാം. 10% വോട്ട് 2020 പിടിക്കുക എന്ന് പറയുമ്പോൾ നോക്കൂ, ഇവിടെ ഒരു ത്രികോണ മത്സരം എന്ന് എറണാകുളത്തെ പറയാൻ കഴിയില്ലെങ്കിൽ പോലും 20% അടുത്ത് വോട്ട് BJP സമാഹരിക്കുന്ന ഒരു മണ്ഡലത്തിൽ 10% വോട്ട് 2020 കൂടി സമാഹരിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ 50%ലേക്ക് ഹൈബി ഈഡന് എത്താൻ സ്വാഭാവികമായും കഴിയില്ല. അതുകൊണ്ടാണ് ഹൈബിയുടെ വോട്ട് ഷെയർ 41-42 എന്ന റേഞ്ചിലേക്ക് താഴുന്നത്. അപ്പോഴും പക്ഷേ നോക്കൂ, 10% വ്യത്യാസം തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥിയേക്കാൾ ഉണ്ട്. അതുകൊണ്ട് ഹൈബിയുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് കുറയുമെങ്കിൽ പോലും അതൊരു വലിയ 10% വ്യത്യാസം എന്ന് പറഞ്ഞാൽ നല്ല ഭൂരിപക്ഷത്തിന് ഹൈബിയുടെ ജയിക്കാനാണ് ഈ സർവേയുടെ എല്ലാ സാധ്യതയും. അതിലുപരി അഭിലാഷ്, മറ്റൊരു കാര്യം, അവിടെ പലരുമായിട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം, സ്ത്രീ വോട്ടർമാരിൽ ഷൈൻ ടീച്ചറുടെ സാന്നിധ്യം ഒരു ചലനം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇതിനു മുൻപ് നമുക്കറിയാം KV തോമസുമായി സിന്ധു ജോയി ഏറ്റുമുട്ടുമ്പോൾ
സിന്ധു ജോയ് വിജയത്തിന് തൊട്ടടുത്ത് വരെ എത്തി. അതൊരു അത് അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള ഒരു റിസൾട്ടാണ് അന്ന് വന്നത്. തീർച്ചയായും. എന്തായാലും അതുകൊണ്ട് എറണാകുളത്തെ സംബന്ധിച്ച് ഈ റിസൾട്ടിനെ സംബന്ധിച്ച് വലിയ ആകാംക്ഷ ഇല്ല എങ്കിലും ഒന്നാമത്തെ സർവേയും രണ്ടാമത്തെ സർവേയും തമ്മിൽ കമ്പയർ ചെയ്താൽ, അല്ലെങ്കിൽ കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പും ഈ സർവേയും കമ്പയർ ചെയ്താൽ ഹൈബി ഈഡന്റെ വോട്ട് വിഹിതത്തിൽ വലിയ കുറവുണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ടേക്ക് അവേ. ഇടതുപക്ഷത്തിനും കുറവുണ്ടാകുന്നുണ്ട്, പക്ഷെ അത് നാമമാത്രമായ കുറവ് മാത്രം. എറണാകുളത്ത് നിന്ന് നമുക്കിനി കാസർഗോട്ടേക്ക് പോകാം. യെസ്, അത്യുത്തര കേരളത്തിന്റെ മനസ്സിൽ എന്താണ്? സപ്തഭാഷാ സംഗമ ഭൂമിയിലേക്ക് കാസർഗോട്ടേക്കാണ് ഇനി. കാസർഗോട്ട് കഴിഞ്ഞ പ്രാവശ്യം 5% വ്യത്യാസത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ മുൻപിലായിരുന്നു. യെസ്, കാസർഗോഡിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ സാധാരണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF ജയിക്കുമെന്ന് ഉറപ്പിച്ചു പറയുന്ന ആദ്യത്തെ മണ്ഡലമായിരുന്നു കാസർഗോഡ്. കഴിഞ്ഞ തവണ അതിന് മാറ്റം വന്നു. ഇത്തവണത്തെ ട്രെൻഡ് എന്താണെന്നാണ് നമ്മൾ അറിയാൻ പോകുന്നത്. നമ്മുടെ തന്നെ അഭിപ്രായ സർവേയിലെ ആദ്യത്തെ എഡിഷനിൽ അവിടെ 5% വ്യത്യാസത്തിന് രാജ്മോഹൻ ഉണ്ണിത്താൻ മുമ്പിലായിരുന്നു. ഇപ്പോഴെന്താണെന്നുള്ളതാണ് നമ്മൾ അറിയാൻ പോകുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് ഒരു കാര്യം, ഇപ്പോൾ അഭിലാഷ് പറഞ്ഞ കാര്യമല്ലേ, LDF ഉറപ്പിച്ച് കാണുന്ന ഒരു സീറ്റ്, അവിടെ ചുവരെഴുതി അല്ലെങ്കിൽ പോസ്റ്റർ ഒട്ടിച്ച് ചിഹ്നവും വരച്ചു വെച്ച് കഴിഞ്ഞാൽ ജയിക്കും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു CPM-ന് എക്കാലത്തും ഉണ്ടായിരുന്നത്. അതിൽ മാറ്റം വന്നത് കഴിഞ്ഞ തവണയാണ്. അതിന് മുൻപ് സിദ്ദിഖ് മത്സരിക്കുമ്പോൾ തൊട്ടടുത്തെത്തി വിജയത്തിന്റെ. പക്ഷേ കഴിഞ്ഞ തവണ രാജ്മോഹൻ ഉണ്ണിത്താനിലൂടെ ആ വിജയം അവിടെ പിടിച്ചെടുത്തു. പണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ അടുത്ത് പാലക്കാട് പോയി മത്സരിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ഭാരതപ്പുഴയ്ക്ക് അപ്പുറമുള്ള ഒറ്റ സീറ്റിലും മത്സരിക്കില്ല എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത്. ഏതോ ജ്യോതിഷി പറഞ്ഞു. പക്ഷേ അതും കടന്ന് അത്യുത്തര കേരളത്തിൽ പോയി അദ്ദേഹം വിജയിച്ചു. നമ്മൾ ഈ മണ്ഡലത്തിന്റെ ചരിത്രം എടുത്താൽ AK ഗോപാലനെ 60%-ലധികം വോട്ട് കൊടുത്ത് ജയിപ്പിച്ച മണ്ഡലം, ഉണ്ണിത്താന് മുമ്പ് 2 കോൺഗ്രസ്സുകാർ മാത്രം ജയിച്ചിട്ടുള്ള മണ്ഡലം, ആ മണ്ഡലമാണ് ഇതുപോലെ മാറിപ്പോയത് എന്നുള്ളതാണ് എൻ്റെ അത്ഭുതം. രാമറ ഒരു തവണ, പിന്നെ രാമേന്ദ്രൻ കടന്നപ്പള്ളി, അതല്ലാതെ കമ്മ്യൂണിസ്റ്റുകാർ മാത്രം പാർലമെന്റിലേക്ക് പോയിട്ടുള്ള, അതിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വലിയ നേതാക്കൾ പാർലമെന്റിലേക്ക് പോയിട്ടുള്ള കാസർഗോഡിന് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ഒരു വൺ ടൈം വണ്ടർ മാത്രമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നാണ് ഈ അടുത്ത കാലം വരെ എല്ലാവരും വിശ്വസിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ആളുകളിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അത് ഇത്തവണ 2ാം ഘട്ടം എത്തുമ്പോഴത്തേക്ക് അതെങ്ങനെ പ്രതിഫലിക്കുന്നു, രാജ്മോഹൻ ഉണ്ണിത്താന്റെ പിന്തുണ കൂടിയോ കുറഞ്ഞോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമുക്ക് അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ സർവേയിൽ നിന്ന് ഈ സർവേയിലേക്ക് എത്തുമ്പോൾ, അതായത് പ്രചാരണം 1 മാസം നടന്നു കഴിഞ്ഞ് രാജ്മോഹൻ ഉണ്ണിത്താനുമായിട്ടുള്ള ഗ്യാപ്പ് MV ബാലകൃഷ്ണൻ മാസ്റ്റർക്ക് നന്നായി കുറയ്ക്കാൻ കഴിഞ്ഞോ? രാജ്മോഹൻ ഉണ്ണിത്താനെ ഓവർടേക്ക് ചെയ്തോ? അതുപോലെ തന്നെ BJPയെ സംബന്ധിച്ച് നല്ല പ്രാധാന്യമുള്ള 2 നിയമസഭാ സെഗ്മെന്റുകൾ ഉൾക്കൊള്ളുന്ന മണ്ഡലമാണ് കാസർഗോഡ് മഞ്ചേശ്വരം സെഗ്മെന്റുകൾ. ML അശ്വിനി എന്ന വനിതാ സ്ഥാനാർത്ഥി അവിടെ വലിയ ഓളം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അവർ 25% മുകളിലേക്കൊക്കെ അവരുടെ വോട്ട് സമാഹരിക്കാൻ സാധ്യതയുണ്ടോ? ഇങ്ങനെ കൗതുകകരമായ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ബാക്കി വെക്കുന്നുണ്ട് കാസർഗോഡ്. കൊല്ലത്ത് നിന്ന് പോയ രാജ്മോഹൻ ഉണ്ണിത്താനോ 2 കാസർഗോഡുകാരോ? ആരാണ് കാസർഗോഡിന്റെ മനസ്സിൽ? ഇനി അധികം താമസിക്കേണ്ട കാസർഗോഡ് എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. കാസർഗോഡ് വന്ദേ ഭാരത് വരുന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ വീണ്ടും 42%-വുമായി രാജ്മോഹൻ ഉണ്ണിത്താനെയാണ് നമ്മൾ കാണുന്നത്. അത് അഭിലാഷ ഒരു കാര്യം ശ്രദ്ധിച്ചോ, കഴിഞ്ഞ പ്രാവശ്യം 5% വ്യത്യാസമായിരുന്നെങ്കിൽ ഇത്തവണ അത് 7% കൂടി. അതായത് ഇടതുമുന്നണി സ്ഥാനാർത്ഥി പുറകോട്ട് പോവുകയാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ ആ ഒരു മാർജിൻ വർദ്ധിപ്പിക്കുകയാണ്. എന്താണ് കാസർഗോഡ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. രാജ്മോഹൻ ഉണ്ണിത്താൻ 42% വരെ വോട്ടുകൾ സമാഹരിക്കാം. MV ബാലകൃഷ്ണൻ മാസ്റ്റർക്ക് കാസർഗോഡ് പോലെ, അതായത് കയ്യൂരും കരിവെള്ളൂരും മുനയംകുന്നും ഒക്കെയുള്ള, ചീമേനിയും ഒക്കെയുള്ള കാസർഗോഡ് 35% വോട്ടേ LDFന് സമാഹരിക്കാൻ കഴിയുന്നുള്ളൂ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ എന്നുള്ളത് ആശ്ചര്യകരമായ കാര്യമാണ്. ഒപ്പം BJPയുടെ വോട്ട് ഷെയർ അല്പം കുറയാണ്, 2% കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തവണ 21% അത് ഇത്തവണ 19% കുറഞ്ഞിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ചില കാര്യങ്ങൾ അവിടെ സംഭവിച്ചത്, ഒന്ന് മൗലവി വധത്തിന്റെ വിധി വന്നത്, അതുപോലെ തന്നെ SDP-യുടെ പിന്തുണ. കഴിഞ്ഞ തവണ SDP മത്സരിച്ചിട്ടില്ല, 2014 SDP മത്സരിച്ചിട്ടുണ്ട്, ഏതാണ്ട് 7000 വോട്ട് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ SDP സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല. SDP-യുടെ പിന്തുണ, ഈ ഘടകങ്ങൾ വീണ്ടും ഒരു ന്യൂനപക്ഷങ്ങളുടെ കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ അതിന്റെ വോട്ട് ഷിഫ്റ്റ് UDF-ലേക്ക് ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളത് അറിയാനുണ്ട്. SDP-യുടെ പിന്തുണ വേണ്ട എന്ന് UDF പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞങ്ങൾ പിന്തുണ തരാമെന്ന് പറഞ്ഞിട്ട് വേണ്ടാന്ന് പറഞ്ഞെങ്കിൽ ഞങ്ങൾ ഇത്തവണ അങ്ങനെയാണെങ്കിൽ നിങ്ങളെ പിന്തുണയ്ക്കുന്നില്ല എന്ന് തീരുമാനിക്കാനും മതി. അങ്ങനെ പിന്തുണയ്ക്കേണ്ട എന്ന് അവർ തീരുമാനിച്ചിട്ടില്ല. നിങ്ങൾ ഞങ്ങളുടെ വോട്ട് വാങ്ങിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾ തന്നിരിക്കും എന്ന് അവർ വാശിയിലാണ്. എന്ത് ചെയ്യാൻ പറ്റും? എന്തായാലും റിയാസ് മൗലവി വധം, നമ്മൾ കഴിഞ്ഞ സർവേ കഴിഞ്ഞതിന് ശേഷം റിയാസ് മൗലവി വധം സംബന്ധിച്ച ട്രയൽ കോർട്ടിന്റെ ഉത്തരവ് വന്നിരുന്നു. വലിയ ചർച്ചയായിരുന്നു അത്. എനിക്ക് തോന്നുന്നു റിയാസ് മൗലവി വധം അടക്കം സജീവ ചർച്ചയാകുന്നത് കൊണ്ടാകാം രാജ്മോഹൻ ഉണ്ണിത്താന്റെ വോട്ട് ഷെയർ നമ്മൾ കഴിഞ്ഞ തവണ സർവേ നടത്തിയപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ വർദ്ധിച്ചിട്ടുള്ളത്. അഭിലാഷ്, ഇത് മറ്റു 2 കാര്യങ്ങൾ കൂടിയുണ്ട്. ഇപ്പോൾ സമസ്തയിലുള്ള ഭിന്നത മുതലെടുക്കാമെന്നുള്ളത് ഇടതുപക്ഷം CPM കരുതുന്നുണ്ട്. പക്ഷേ കാസർഗോട്ട് അത്തരത്തിലുള്ളൊരു ഭിന്നത അല്ലെങ്കിൽ ആ രീതിയിൽ അവരുടെ ഒരു ലോയൽറ്റി
ഇടതുപക്ഷത്തേക്ക് മാറിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. കാരണം സമസ്ത, കാസർകോട്ടെ സമസ്ത എന്ന് പറയുന്നത് ഏകദേശം ലീഗ് തന്നെയാണ്. അവിടെ ആ ഒരു അടിത്തറയിൽ വലിയ രീതിയിലുള്ള മാറ്റം വന്നിട്ടില്ല എന്നുള്ള ഒരു കാര്യം. രണ്ട്, എം വി ബാലകൃഷ്ണൻ മാസ്റ്ററെ ഏറ്റെടുക്കുന്നതിൽ, അത് ആദ്യം തന്നെ എൻ വി ബാലകൃഷ്ണൻ മാസ്റ്റർ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ ഇടതുപക്ഷ അണികളിൽ ഒരു വിമുഖത ഉണ്ടായിരുന്നു. ഇങ്ങനൊരു സ്ഥാനാർത്ഥി മതിയോ കഴിഞ്ഞ തവണത്തെ സീറ്റ് തിരിച്ചു പിടിക്കാൻ വേണ്ടി എന്നുള്ള ഒരു സംശയമുണ്ടായിരുന്നു. അത് പൂർണ്ണമായും മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൂടിയാണ് ഈ ഫലം നൽകുന്ന സൂചന. തീർച്ചയായും CPM-ന്റെ CAA സ്ട്രാറ്റജി പരാജയപ്പെട്ടോ എന്ന ഒരു സംശയം കൂടി ഉണ്ടാക്കുന്നതാണ് കാസർകോട്ടെ ഈ ഫലസൂചന. കേരളത്തിന് വെളിയിലുള്ള സംസ്ഥാനങ്ങളിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതും നമ്മുടെ പരിഗണനാ വിഷയമാണ്. അത് നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങളാണെങ്കിലും അതുപോലെ തന്നെ ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ബംഗാൾ അതുപോലെയുള്ള വലിയ സംസ്ഥാനങ്ങളിലാണെങ്കിലും ഇവിടെയൊക്കെ കേരളത്തിൻ്റെ കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ രാജ്യം എങ്ങോട്ട് പോകുന്നു, അവിടെ ഓരോ സംസ്ഥാനങ്ങളിലും എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് അറിയാൻ മലയാളിക്ക് തീർച്ചയായും താല്പര്യമുണ്ട്. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമാണ് തമിഴ്നാട്. എന്ന് മാത്രമല്ല, ഇന്ത്യ മുന്നണി ഏറ്റവും കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. നമ്പറിന്റെ അടിസ്ഥാനം പ്രതീക്ഷിക്കുന്നത് സ്ട്രൈക്ക് റേറ്റിന്റെ കാര്യത്തിൽ ഇന്ത്യ മുന്നണി അങ്ങേയറ്റം ഒരുപക്ഷെ 100% വേണ്ടി ശ്രമിക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. കഴിഞ്ഞ തവണ നമ്മുടെ ഒന്നാം ഘട്ടത്തിൽ ഏതാണ്ട് അത് ശരിവെക്കുന്ന രീതിയിലുള്ള ഒരു പ്രകടനമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രവചനമാണ് കഴിഞ്ഞ ഒന്നാം സർവേ കഴിഞ്ഞിട്ടാണ് കച്ചത്തീവ് വന്നിട്ടുള്ളത്. അപ്പൊ കച്ചത്തീവ് BJP-യെ സംബന്ധിച്ച് ഒരു കച്ചിത്തുരുമ്പാകുമോ, അതിൽ പിടിച്ച് അണ്ണാമലൈ കയറുമോ? ഇതൊക്കെയാണ് ഇന്നത്തെ ആകാംക്ഷ. അതെ, അതാണ് ഇപ്പോൾ അണ്ണാമല വലിയ രീതിയിലുള്ള പ്രചരണം അവിടെ നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ തമിഴ്നാട്ടിൽ വലിയൊരു മുന്നേറ്റം നടത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ആ ശ്രമം വിജയിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് അറിയാനുള്ളത്. ശരി, അപ്പോൾ നമുക്ക് തമിഴ്നാട്ടിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. തമിഴ്നാടിന്റെ ടാലി ഇതാ വരുമ്പോ തമിഴ്നാട് 39 സീറ്റിൽ 39 വേണമെങ്കിൽ ഇന്ത്യ മുന്നണി നേടാം. പരമാവധി NDA-ക്ക് 2 സീറ്റുകളാണ് ലഭിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്കും കഴിഞ്ഞ തവണത്തെ അതേ റിസൾട്ട് തന്നെയാണ് ഇത്തവണയും വന്നിരിക്കുന്നത്. തൂത്തുവാരാനുള്ള സാധ്യത, അതായത് 100% സ്ട്രൈക്ക് റേറ്റുമായി മുഴുവൻ സീറ്റും ഇന്ത്യ മുന്നണി നേടാനുള്ള സാഹചര്യമാണ് തമിഴ്നാട്ടിൽ. BJP-ക്ക് പരമാവധി ലഭിക്കുക 2 സീറ്റുകളാണ്. കിട്ടിയാൽ കിട്ടി. BJP വിരുദ്ധർ, അതായത് BJP നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരരുത് എന്ന് ആഗ്രഹിക്കുന്നവർ ആദ്യം കണക്കൂട്ടുന്നത് എങ്ങനെയെന്നറിയോ? തമിഴ്നാടിൽ 39 സീറ്റ്, പോണ്ടിച്ചേരി 40, കേരളത്തിൽ 20 സീറ്റ്. അപ്പൊ ഇന്ത്യ മുന്നണിക്ക് 60 സീറ്റായില്ലേ എന്നുള്ളതാണ് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇന്ത്യ മുന്നണിയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് കേരളം, തമിഴ്നാട്, പുതുച്ചേരി. രണ്ട് സംസ്ഥാനങ്ങൾ, 3 സംസ്ഥാനങ്ങൾ ചേർന്നാൽ 60 സീറ്റായി. ഒറ്റ സീറ്റ് പോലും NDA-ക്ക് ഇല്ല എന്നുള്ള രീതിയിലാണ് അവർ കണക്ക് കൂട്ടി തുടങ്ങുന്നത്. എന്തായാലും നമ്മുടെ ഇതുവരെയുള്ള സർവേ അനുസരിച്ച് BJP-ക്ക് ഒരു സീറ്റും കിട്ടിയിട്ടില്ല. തമിഴ്നാട് വേണമെങ്കിൽ പരമാവധി പോയാൽ 2 സീറ്റ് എന്നുള്ളതാണ് BJP-യുടെ നില. അങ്ങനെയല്ല സംഭവിക്കുന്നതെങ്കിൽ 39-ൽ 39 സീറ്റും തൂത്തുവാരാം ഇന്ത്യ മുന്നണി തമിഴ്നാട്. നമ്മൾ തമിഴ്നാട് കണ്ടു, ഇനി കർണാടക. യെസ്, നമ്മുടെ തൊട്ടടുത്ത അയൽ സംസ്ഥാനമാണ് കർണാടക കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ്. ഇത്തവണ DK ശിവകുമാർ വലിയ തന്ത്രങ്ങളോടെ പയറ്റുന്നുണ്ട്. സിദ്ധ DK കോംബോ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി തരുമെന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഇതിനു മുൻപ് കോൺഗ്രസ് ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് അവിടെയൊക്കെ കോൺഗ്രസ് ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങളാണ്. പക്ഷേ ആ നേട്ടം ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായില്ല. ആ ചരിത്രം കർണാടകയിൽ ആവർത്തിക്കുമോ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ മോദി വിരുദ്ധർക്ക് സംശയമുണ്ട്. ഇപ്പോൾ ഇവിടെ 60, തമിഴ്നാടും കേരളവും പോണ്ടിച്ചേരിയും കൂടെ കൂട്ടുമ്പോൾ 60, പക്ഷേ കർണാടകത്തിലേക്ക് കടക്കുമ്പോൾ ആ നമ്പർ പെട്ടെന്ന് താഴുമോ എന്നുള്ളതാണ് കോൺഗ്രസ്സുകാരെ അല്ലെങ്കിൽ മോദി വിരുദ്ധരെ ആശങ്കപ്പെടുന്നത്. തീർച്ചയായും കഴിഞ്ഞ 1 വർഷം മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വൻപിച്ച വിജയം മിന്നുന്ന വിജയം നേടിയ ഇപ്പോൾ അവർ ഭരിക്കുന്ന കർണാടകയിലെ ഇപ്പോഴത്തെ നില എന്താണ് എന്ന് നമുക്ക് നോക്കാം. സ്ക്രീനിൽ വരട്ടെ. കർണാടക എങ്ങനെ ചുറ്റിക്കുന്നു? കർണാടക നോക്കൂ, 24 മുതൽ 27 സീറ്റ് വരെ NDA, 1 മുതൽ 4 വരെ സീറ്റുകളാണ് ഇന്ത്യ മുന്നണിക്ക് പ്രവചിക്കുന്നത്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യം വരുമ്പോൾ കർണാടക ജനങ്ങൾ, കന്നഡിഗർ BJP-ക്കൊപ്പമാണ്. 4 സീറ്റ് കോൺഗ്രസിന് കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് കിട്ടുകയാണെങ്കിൽ അത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒറ്റ സീറ്റാണ് DK ശിവകുമാറിന്റെ അനുജൻ മാത്രം, സഹോദരൻ DK സുരേഷ് ജയിച്ച ബാംഗ്ലൂരിലെ ഒരു നഗരമണ്ഡലം മാത്രമാണ് കോൺഗ്രസ് ജയിച്ചത്. എന്തായാലും PMarkന്റെ സർവേ അനുസരിച്ച് കർണാടകയിൽ ഒരു വമ്പിച്ച വിജയം നിലനിർത്താൻ ഒരുങ്ങുകയാണ് NDA. പൊന്നാനിയുടെ മനസ്സിലിരിപ്പ് എന്താണ് എന്നാണ് നമ്മൾ അറിയാനുള്ളത്. ഞാൻ പൊന്നാനി പോയപ്പോൾ അവിടുത്തെ ഏറ്റവും സജീവമായ ഒരു ചർച്ച എത്ര വോട്ടുകൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഒരു വിഭാഗത്തിന് LDF-ന് പിടിച്ചു കൊടുക്കാൻ കഴിയും എന്നുള്ളതായിരുന്നു. അത് ആ സംഘടന
KS ഹംസയെ അവിടെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവരുന്നതിൽ ഒരു നിർണായകമായ പങ്ക് വഹിച്ചു, അല്ലെങ്കിൽ അവരുടെ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ടാണ് KS ഹംസ അവിടെ സ്ഥാനാർത്ഥിയാകുന്നത്, CPM ചിഹ്നം കൊടുത്ത് മത്സരിപ്പിക്കുന്നത് എന്നുള്ളത് ആദ്യം മുതലേ പ്രചരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടായിരിക്കണം ഈ സമസ്തയുടെ വോട്ട് എങ്ങോട്ട് പോകും എന്നുള്ളത് ഇത്ര വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാകുന്നു. ഇപ്പോൾ നമ്മൾ പല സ്ഥാനാർത്ഥികളും നോമിനേഷൻ കൊടുക്കാൻ പോകുന്നത് കണ്ടിട്ടുണ്ട്. KS ഹംസ നോമിനേഷൻ കൊടുക്കാൻ ഇറങ്ങിയത് പാണക്കാട് തങ്ങളുടെ ഖബർ സന്ദർശിച്ചുകൊണ്ട്, പാണക്കാട് ഹൈദരലി തങ്ങളുടെ ഖബറിൽ നിന്നാണ് അവിടെ നോമിനേഷൻ കൊടുക്കാൻ പോയത് പോലും. ലീഗുകാരും സമ്മതിക്കുന്ന ഒരു കാര്യം, കുറച്ച് വോട്ട് സമസ്ത വഴി ഹംസയ്ക്ക് പോകും എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് 2 ലക്ഷത്തിനടുപ്പിച്ച് 1,93,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ET മുഹമ്മദ് ബഷീർ പൊന്നാനിയിൽ നിന്ന് ജയിക്കുന്നത്. അത് നമ്മളുടെ ആദ്യത്തെ ഘട്ടം സർവേയിൽ ഇത് ഒരു 47% UDF-ഉം 30%, 17% ഡിഫറൻസ്. കഴിഞ്ഞ തവണ വോട്ടെടുപ്പിൽ അത് 19 ആയിരുന്നെങ്കിൽ നമ്മുടെ ഒന്നാം ഘട്ട സർവേയിൽ 17% ഡിഫറൻസിൽ UDF മുന്നിലായിരുന്നു, സമദാനി മുന്നിലായിരുന്നു. ഇത്തവണ അത് എന്താകുന്നു എന്നുള്ളതാണ് അറിയാനുള്ളത്. ഏതായാലും പൊന്നാനി എങ്ങനെ ചിന്തിക്കുന്നു എന്ന് നോക്കാനുള്ള സമയമായിരിക്കുന്നു. വരട്ടെ, പൊന്നാനി മാറ്റമൊന്നുമില്ല. സമദാനി 47%, 33% KS ഹംസ. എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ സർവേയുമായി താരതമ്യം ചെയ്താൽ KS ഹംസ ഒരു 3 പോയിന്റ് അധികം പിടിച്ചിട്ടുണ്ട്. പക്ഷേ സമദാനിയുടെ വോട്ട് ബാങ്ക് അനങ്ങാട് നിൽക്കുകയാണ്. 47%, അതായത് കഴിഞ്ഞ തവണ ET നേടിയ അതേ വോട്ട് ശതമാനം, അല്ലെങ്കിൽ കഴിഞ്ഞ തവണ ഒന്നാം ഘട്ടത്തിൽ നേടിയ അതേ ശതമാനം സമദാനി നിലനിർത്തുന്നു എന്നുള്ളതാണ്. KS ഹംസ ഒരു 3% അധികം നേടിയിട്ടുണ്ട്. അതായത് പൊന്നാനി 2014 കണ്ടതുപോലെ വളരെ ശക്തമായ ഒരു മത്സരത്തിന് വേദിയാകുന്നില്ല. 1 ലക്ഷത്തിന് മുകളിലുള്ള ഭൂരിപക്ഷത്തിന് അവിടെ അബ്ദുൽ സമദ് സമദാനി ജയിക്കാൻ തന്നെയാണ് സാധ്യത എന്നാണ് ഈ ഫലം പറഞ്ഞു വെക്കുന്നത്. കാരണം ഇപ്പോഴും 15% ഡിഫറൻസ് ആണ്, 15% മേൽക്കൈയാണ് KS ഹംസയ്ക്ക് മുകളിൽ അബ്ദുൽ സമദ് സമദാനിക്കുള്ളത്. ഇപ്പോൾ ഈ മണ്ഡലം മാറ്റം, ഇപ്പോൾ ET മലപ്പുറത്തേക്ക് പോകുന്നു, സമദാനി മലപ്പുറത്ത് നിന്ന് പൊന്നാനിയിലേക്ക് വരുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ മാറ്റം, അതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ തവനൂർ പോലെ, അതല്ലെങ്കിൽ തൃത്താല പോലെയുള്ള മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷ സമുദായങ്ങൾക്കിടയ്ക്ക് പോലും സമദാനിക്ക് കുറച്ച് കടന്നു ചെല്ലാൻ കഴിയും, അങ്ങനെ വോട്ട് ശേഖരിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു മുസ്ലിം ലീഗ് ഉദ്ദേശിച്ചതുപോലെ, UDF ഉദ്ദേശിച്ചതുപോലെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. പക്ഷേ നേരത്തെ അഭിലാഷ് പറഞ്ഞ കാര്യമുണ്ടല്ലോ, സമസ്തയുടെ വോട്ട് KS ഹംസയ്ക്ക് ഒറ്റ അതുപോലെ ചെല്ലുമോ എന്നുള്ള കാര്യത്തിൽ അങ്ങനെ ഒരു സംശയമില്ല, അങ്ങനെ ചെല്ലില്ല. പൊന്നാനി എന്നുള്ള പേരുള്ള മണ്ഡലം 2004 ഇടത് സുനാമിയിൽ പോലും UDF-നൊപ്പം നിന്നതാണ്. ഇത്തവണയും മാറ്റമൊന്നും വരാൻ സാധ്യതയില്ല. നിവേദിത സുബ്രഹ്മണ്യൻ ആണ് അവിടെ BJP-ക്ക് വേണ്ടി മത്സരിക്കുന്നത്. 13% വോട്ട് നേടിയേക്കാം എന്ന് നമ്മുടെ സർവേ പറയുന്നു. അത് മുൻപ് ആദ്യഘട്ടത്തേക്കാൾ അല്പം കുറവാണ്. അപ്പോൾ ഈ മുന്നണികൾ തമ്മിലുള്ള ശക്തമായ മത്സരം വരുമ്പോഴത്തേക്ക് BJP അവിടെ അല്പം പുറകോട്ട് പോകുന്നു. നമ്മൾ ഈ മലബാർ മണ്ഡലങ്ങളുടെ കണക്കുകൾ പറയുമ്പോൾ കഴിഞ്ഞ തവണ വലിയ UDF വേവ് ഉണ്ടാവാനുള്ള ഒരു കാരണം രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വമായിരുന്നു. ഇത്തവണയും രാഹുലാണ് വയനാട്ടിലെ സ്ഥാനാർത്ഥി. അത് കേരളത്തിൽ മൊത്തത്തിൽ ഒരു ചലനം ഉണ്ടാക്കിയിട്ടുണ്ട്, ഇല്ല എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ അത് കഴിഞ്ഞ തവണത്തെ പോലെ ഉണ്ടോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. രാഹുൽ ഗാന്ധി ഇത്തവണ ഇഫക്റ്റ് ഉണ്ടാക്കുമോ? രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം നേട്ടമാകുമോ എന്ന ചോദ്യത്തിന് 44% പേരും ഉണ്ട് എന്ന് അഭിപ്രായപ്പെടുന്നവരാണ്. 44% പേർ. 24% പേർ മാത്രമാണ് ഇല്ല എന്നുള്ളത് പറയുന്നത്. 32% പേർ അഭിപ്രായമില്ല എന്നും പറയും. അഭിപ്രായമില്ല. ഈ അഭിപ്രായമില്ല എന്ന് പറയുന്നവർ ഒരുപക്ഷെ രാഹുൽ ഗാന്ധി എതിർക്കുന്നവരായിരിക്കാം കൂടുതൽ. ഏതായാലും രാഹുൽ ഒരു ഓളം ഉണ്ടാക്കും. ഇത്തവണയും രാഹുലിന്റെ എഫക്റ്റ് മറ്റ് ലോക്സഭാ മണ്ഡലങ്ങളിലും, വയനാടിന് മാത്രമല്ല കേരളമാകെ ഒരു രാഹുൽ പ്രതിഭാസമോ അല്ലെങ്കിൽ രാഹുൽ തരംഗമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു ഇമ്പാക്ട് ഏറ്റവും കൂടുതൽ ഉണ്ടാകും എന്ന് ഈ സർവേ വ്യക്തമാക്കും. കോഴിക്കോട് ആർക്കൊപ്പം? കോഴിക്കോടിന്റെ ഖൽബ് ആർക്കൊപ്പമാണ്? കോഴിക്കോട് ആരാണ് ഹൽവ മധുരം നുണയുക? വല്ല ഐഡിയ ഉണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം അതിന്റെ സൂചന വന്നിരുന്നു. ഇപ്പം വോട്ടർമാർ, കോഴിക്കോട് മണ്ഡലത്തിലെ വോട്ടർമാർ അവരുടെ വോട്ടെന്ന് സുലൈമാനി കൊടുക്കുമ്പോൾ അതിനകത്ത് കുറച്ച് മുഹബത്ത് അധികമായിട്ട് ചേർക്കും. ആ മുഹബത്ത് ആർക്ക് വേണ്ടിയിട്ടാണ്? കഴിഞ്ഞ കുറെ കാലമായിട്ട് കോഴിക്കോടിന്റെ മുഹബത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ നാട്ടുകാരനായ രാഘവേട്ടൻ. അതെ, അവിടെ വന്നൊരു രാഘവേട്ടനായി മാറി. അത് ആ മുഹബത്ത് ഇപ്പോഴും തുടരുന്നുണ്ടോ? കഴിഞ്ഞ തവണ നമ്മൾ സർവേ നടത്തിയപ്പോൾ വെറും 2%, നമ്മുടെ ഈ എറർ മാർജിൻ തന്നെ 3% നോക്കണം. 2% ഒരു വേഫർ തിൻ എഡ്ജാണ് MK രാഘവൻ ഉണ്ടായിരുന്നതെങ്കിൽ ഈ തവണ, അതായത് ഒരു മാസം പിന്നിടുമ്പോൾ, അത്രയും പ്രചരണം നടക്കുമ്പോൾ ആ ഒരു 2% എന്നുള്ളതൊക്കെ മറികടന്ന് കുതിക്കുകയായിരിക്കുമോ MK രാഘവൻ? കോഴിക്കോട് എന്താണ് സംഭവിക്കുന്നത്? ഇതാ നമുക്ക് കാണാം. MK രാഘവൻ 41%. MK രാഘവന് ഇതാ 2% തന്നെ ലീഡ് എളമരം കരീമിന് മുകളിൽ. രണ്ടുപേരും 2 ചുവടുകൾ വീതം മുന്നോട്ട് വച്ചിരിക്കുന്നു. പക്ഷേ അപ്പോഴും
പൊടിക്ക് രാഘവട്ടം മുമ്പിലാണ് 2%. 2%. കഴിഞ്ഞ പ്രാവശ്യവും 2%. അതെ, 2 പോയിന്റിന്റെ എഡ്ജാണ് ഇപ്പോൾ എളമരം കരീമിന് മേൽ MK രാഘവനുള്ളത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, BJPയുടെ വോട്ട് ഷെയർ 17 എന്നാണ് ഈ സർവേ പ്രൊജക്ട് ചെയ്യുന്നത്. ആദ്യഘട്ട സർവേയിൽ അത് 22 ആയിരുന്നു. 5% കുറഞ്ഞു. നമ്മൾ ഈ ഒരു പാറ്റേൺ എല്ലാ മണ്ഡലങ്ങളിലും കാണുന്നുണ്ട്. അതായത് BJPക്ക് വോട്ട് ചെയ്യും എന്ന് ഒരു മാസം മുൻപ് പറഞ്ഞിരുന്ന 1% അല്ലെങ്കിൽ 2-3% ആളുകളെങ്കിലും അവരുടെ പ്രിഫറൻസ് മാറ്റിയിട്ടുണ്ട്. അഭിലാഷ്, അതിനകത്ത് ഒരു കാര്യം, അന്ന് നമ്മുടെ ഈ സർവേ സാമ്പിൾ കളക്ട് ചെയ്യുന്ന 1ാം ഘട്ടത്തിന് വേണ്ടി സാമ്പിൾ കളക്ട് ചെയ്യുന്ന സമയത്ത് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികൾ മാത്രമാണ് എല്ലായിടത്തും നിരന്നു കഴിഞ്ഞിരുന്നത്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അല്പം വൈകിയിരുന്നു. ആ സമയത്ത് ഒരു പക്ഷേ അവിടെ രംഗത്തില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള കാര്യം വരുമ്പോഴത്തേക്ക് കൂടുതൽ പേരും BJP എന്നുള്ളൊരു ഓപ്ഷൻ പറഞ്ഞിരിക്കാം. ഏതായാലും പക്ഷേ എളമരം കരീം വളരെ ശക്തമായ പോരാട്ടം അവിടെ കാഴ്ചവെക്കുന്നുണ്ട്. വളരെ കടുത്ത വെല്ലുവിളി MK രാഘവന് ഉയർത്തുന്നുണ്ട്. എത്ര വലിയ ജനകീയതയും അതിനപ്പുറത്തേക്ക് ഒരുപക്ഷെ CPM-ന്റെ ഈ വോട്ട് ബേസ് എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ CPM-ന്റെ സംഘടനാ ശക്തി അവിടെ നിൽക്കുന്നുണ്ട്. അത് വെച്ച് വലിയ വെല്ലുവിളി തന്നെയാണ് MK രാഘവനെതിരെ ഉയർത്തുന്നത്. 2% മാത്രം വോട്ടിന്റെ വ്യത്യാസത്തിൽ കോഴിക്കോട് എളമരം കരീമിനേക്കാൾ മുൻപിലാണ് MK രാഘവൻ. ഇനി നിർണായകമായ പോരാട്ടം നടക്കുന്ന 2 മണ്ഡലങ്ങളുണ്ട്. അതിനു മുമ്പ് നമുക്കൊരു സംസ്ഥാനത്തേക്ക് പോയാലും. എവിടേക്കാണത്? രാജസ്ഥാൻ. രാജസ്ഥാനിൽ 25-25 വേണമെങ്കിൽ NDA നേടാം. 22 മുതൽ 25 സീറ്റ് വരെ NDA, 0 മുതൽ 3 സീറ്റുകൾ വരെയാണ് ഇന്ത്യ മുന്നണിക്ക്. ഒരു സീറ്റിന്റെ കാര്യത്തിൽ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞ തവണത്തിൽ നിന്ന് ഒരു മെച്ചം പറയുന്നുണ്ട്. കഴിഞ്ഞ തവണ 0 മുതൽ 2 വരെ ആയിരുന്നു. ഇത്തവണ അത് 0 മുതൽ 3 വരെ ആയിരിക്കുന്നു. അഭിലാഷ്, ഇന്ത്യ മുന്നണിയുടെ ഉത്സാഹ കമ്മിറ്റിക്കാർ രാജസ്ഥാനിൽ വെറുതെ വെയിൽ കൊണ്ടിട്ടൊന്നും കാര്യമില്ല എന്നുള്ളതാണ് ഈ അഭിപ്രായ ഫലം നൽകുന്ന സൂചന. പാലക്കാടൻ തീക്കാറ്റിനെ ആരതിജീവിക്കും, ആര് വാഴും ആര് വീഴും, ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കഴിഞ്ഞ സർവേ പ്രവചിച്ചത്. 2% ലീഡ് വിജയരാഘവന് CPM സ്ഥാനാർത്ഥിക്കാണ് അവിടെ ഉണ്ടായിരുന്നത് കഴിഞ്ഞ നമ്മുടെ 1ാം ഘട്ട സർവേയിൽ. പിന്നെ വേറൊരു കാര്യം ഓർക്കണം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ VK ശ്രീകണ്ഠൻ 1% വ്യത്യാസത്തിലാണ് 11,637 വോട്ടെന്ന് പറയുന്നത്. MB രാജേഷ് ഇന്നത്തെ മന്ത്രിക്കെതിരെ VK ശ്രീകണ്ഠൻ 1% വ്യത്യാസത്തിലാണ് ജയിച്ച UDF MP-മാരിൽ ഏറ്റവും കുറഞ്ഞ മാർജിന് ജയിച്ചത് VK ശ്രീകണ്ഠൻ. അതെ, ഇപ്പോൾ CPM എപ്പോഴും അവരുടെ ഒരു സേഫ് ഡിപ്പോസിറ്റ് എന്ന് കരുതുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട്. കഴിഞ്ഞ തവണ യഥാർത്ഥത്തിൽ പട്ടാമ്പി, മണ്ണാർക്കാട് ഈ 2 നിയമസഭാ സെഗ്മെന്റുകളിൽ ലഭിച്ച വമ്പിച്ച മേൽക്കൈ, അതായത് ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണം, ഇതാണ് MB രാജേഷിനെ തോൽപ്പിച്ചതും VK ശ്രീകണ്ഠനെ ജയിപ്പിച്ചതും. അത് അത്തരുണത്തിൽ ഈ വർഷം ഉണ്ടായില്ല എങ്കിൽ പാലക്കാട് LDF-നെ സംബന്ധിച്ച് അത്ര ബാലികേറ മലയായിട്ടുള്ള മണ്ഡലം അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അഭിലാഷ്, ഇപ്പോൾ ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം പഴയതുപോലെ കഴിഞ്ഞ തവണത്തെ പോലെ UDF-ന് അനുകൂലമായി ഉണ്ടാകില്ല എന്നാണ് പൊതുവെ കരുതുന്നത്. പാലക്കാടിന്റെ മനസ്സിൽ ആരാണ്? നോക്കാം, വരട്ടെ. പാലക്കാട് വിജയരാഘവൻ 40, VK ശ്രീകണ്ഠൻ 38, C കൃഷ്ണകുമാർ 19. 2% വ്യത്യാസം മാത്രം. 2% വ്യത്യാസം മാത്രം. അതിനർത്ഥം പാലക്കാട് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുകയാണ്. കഴിഞ്ഞ തവണയും ഇത് 2% വ്യത്യാസം മാത്രമായിരുന്നു. ഇത് നേരത്തെ പറഞ്ഞതുപോലെ കണ്ണൂരിന്റെ ഒക്കെ കാര്യം പറയുന്ന പോലെ എങ്ങോട്ടും അറിയാവുന്ന മണ്ഡലമായി പാലക്കാട്, ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന മണ്ഡലമായി പാലക്കാട് മാറുന്നു. അവിടെ ഒരു സ്ലൈറ്റ് എഡ്ജ്, ചെറിയൊരു മുൻതൂക്കം വിജയരാഘവന് നിലനിർത്താൻ കഴിയുന്നു. നമ്മളുടെ 1ാം ഘട്ട സർവേ ഫലത്തിനോടൊപ്പം തന്നെ അതുപോലെ തന്നെ ഇത്തവണയും വിജയരാഘവന് ആ ഒരു എഡ്ജ്, വളരെ തിന്നായിട്ടുള്ള ഒരു എഡ്ജ് നിലനിർത്താൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് പറയാൻ കഴിയുന്നത്. കടുത്ത മത്സരം, കനത്ത മത്സരം പാലക്കാട്. ആ മത്സരത്തിൽ ഒരു അല്പം മുൻപിൽ വിജയരാഘവനാണ്. 2 പോയിന്റിന്റെ വ്യത്യാസത്തിൽ VK ശ്രീകണ്ഠനേക്കാൾ വിജയരാഘവൻ ലീഡ് ചെയ്യുന്നു എന്നാണ് മാർക്ക് മാതൃഭൂമി ന്യൂസ് ഒപ്പീനിയൻ പോൾ പറയുന്നത്. ഇനിയുമുണ്ട് 12 ദിവസം, വേണമെങ്കിൽ ശ്രീകണ്ഠനെ മേക്കപ്പ് ചെയ്യാം. ഇഞ്ചോടിഞ്ചാണിത്. ഒരു പക്ഷേ അന്തരീക്ഷത്തിലെ ചൂടിനേക്കാൾ കൂടുതൽ രാഷ്ട്രീയ ചൂട് ഉയരും എന്നുള്ളത് വേണം പാലക്കാട് ഇപ്പോഴത്തെ സ്ഥിതിയിൽ നിന്ന് മനസ്സിലാക്കാൻ. അഭിലാഷ്, തിരുവനന്തപുരത്തിന്റെ കാര്യത്തിൽ രാജ്യം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. അവിടെ ശശി തരൂർ, അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖർ, ഒപ്പം വളരെ വലിയ ക്യാമ്പയിൻ നടക്കുന്നു. എനിക്ക് തോന്നുന്നു BJP-യുടെ ക്യാമ്പയിൻ ഇത്രയധികം വലിയ, വളരെ പോഷായി അല്ലെങ്കിൽ ഇത്രയും ഗംഭീരത്തോടു കൂടി നടക്കുന്ന വേറൊരു സ്ഥലം ഉണ്ടാവില്ല എന്ന്. അല്ല, വിസിബിളി അത് മാത്രമല്ല, അവരുടെ പ്രൊഫഷണലി മാനേജ്ഡ് ആണ് അവരുടെ ഈ ക്യാമ്പയിൻ എന്ന് പറയുന്നത്.
അത് എല്ലാ തരത്തിലും ഈ ഓരോ ഘട്ടത്തിലും എന്തൊക്കെ ചെയ്യണം, അതിന്റെ സ്ട്രാറ്റജി എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യത്തിൽ അങ്ങേയറ്റം പ്രൊഫഷണൽ ആയിട്ടുള്ള ക്യാമ്പയിനാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. സ്വന്തമായി അതിന് രാജീവ് ചന്ദ്രശേഖറിന് ഒരു ടീമുണ്ട്. അങ്ങനെയാണോ ഞാൻ കെ സുരേന്ദ്രനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇല്ല, എല്ലാം പാർട്ടിയാണ് ചെയ്യുന്നതെന്നാണ്. എന്തായാലും രാജീവ് ചന്ദ്രശേഖർ ഒരു ഓളം ഉണ്ടാക്കിയിട്ടുണ്ട്. 2ാം സ്ഥാനത്ത് പന്ന്യൻ രവീന്ദ്രൻ എത്തുന്നു എന്നുള്ളതായിരുന്നു കഴിഞ്ഞ നമ്മുടെ സർവേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടേക്ക് അവേ. ഇത്തവണത്തേത് എന്തായിരിക്കും എന്നുള്ളതാണ് ഇനി നമ്മൾ അറിയാനിരിക്കുന്നത്. അല്ല, ഈ ശശി തരൂരിനുള്ള വ്യക്തിപ്രഭാവം, രാജീവ് ചന്ദ്രശേഖർ കൊണ്ടുവന്ന പ്രൊഫഷണലി മാനേജ്ഡ് ആയിട്ടുള്ള ഇലക്ഷനിയറിംഗ്, ഇത് തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ പന്ന്യൻ രവീന്ദ്രൻ ഇതിന്റെ ഇടയ്ക്ക് ശക്തനായി നിൽക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തീർച്ചയായും തിരുവനന്തപുരത്തിന്റെ മനസ്സ് എങ്ങനെയാണ്, തിരുവനന്തപുരം എങ്ങനെ ചിന്തിക്കുന്നു നോക്കിയാലോ? നോക്കാം. തിരുവനന്തപുരത്ത് നോക്കൂ, ശശി തരൂർ വളരെ കൃത്യമായ, വളരെ വ്യക്തമായ ലീഡ് നിലനിർത്തുമ്പോൾ രണ്ടാം സ്ഥാനത്ത് രാജീവ് ചന്ദ്രശേഖർ എത്തിയിരിക്കുന്നു. പന്ന്യൻ രവീന്ദ്രന്റെ വോട്ട് വിഹിതത്തിൽ വലിയ കുറവ് സംഭവിക്കുന്നു. അദ്ദേഹം 30% നിന്ന് താഴെ പോകുന്നു, 28% വീഴുന്നു. അതായത് പന്ന്യന്റെ വോട്ട് ഷെയറിൽ, അല്ലെങ്കിൽ പന്ന്യന് കിട്ടുമായിരുന്ന, പന്ന്യന് വോട്ട് ചെയ്യാമെന്ന് ആദ്യം വിചാരിച്ചിരുന്ന കുറേ അധികം ആളുകൾ വേണ്ട എന്ന അവരുടെ പ്രിഫറൻസ് മാറ്റിയിരിക്കുന്നു. കഴിഞ്ഞ തവണ BJPയും കോൺഗ്രസും തമ്മിൽ 10% ഡിഫറൻസ് ഉണ്ടായിരുന്നുവെങ്കിൽ അത് 8% കുറയുന്നു. ആ അകലം കുറയുകയാണ്. 22 ദിവസം കഴിയുമ്പോൾ അകലം കുറഞ്ഞ് 8% വരുന്നു. അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ 2ാം സ്ഥാനത്തേക്ക് എത്തുന്നു. ഇത് മാത്രമല്ല, സഭകൾ എടുക്കുന്ന സമീപനം നോക്കൂ. കഴിഞ്ഞ പെസഹ ദിനത്തിൽ തോമസ് ജെ നെറ്റോ ആർച്ച് ബിഷപ്പ് നടത്തിയ പ്രസംഗം നോക്കൂ. സമീപകാലത്തൊന്നും ഒരു മതമേലധ്യക്ഷൻ അത്ര സ്ട്രോങ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ക്രിറ്റിസിസം നടത്തി കാണില്ല. വളരെ ശക്തമായ വിമർശനം 2014 ഉണ്ടായിരുന്ന ക്രൈസ്തവ പീഡനത്തിന്റെ നിരക്കും 2024 നിരക്കും പറഞ്ഞുകൊണ്ട് ഒരു ആന്റി BJP സ്റ്റാൻസ് എടുക്കുന്നത് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ പാളയം ഇമാം കഴിഞ്ഞ ദിവസം ഈദ്ഗാഹ് ദിവസം കേരള സ്റ്റോറിയുമായിട്ട് ബന്ധപ്പെട്ട വിവാദത്തിനെതിരെ അതിശക്തമായ നിലപാടാണ്. തിരുവനന്തപുരം ഫോർ തരൂർ എന്നുള്ളതാണ് ഇന്നത്തെ സർവേയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ. ഒപ്പം തിരുവനന്തപുരത്തെ 2ാം സ്ഥാനത്ത് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ആണ് എന്നുള്ളത്. നമ്മൾ ഇന്ന് 7 മണ്ഡലങ്ങളാണ് ഇതിനോടകം പരിശോധിച്ചത്. അതിൽ 7ൽ 5 UDF എന്നും 2 LDF എന്നും നമുക്ക് പറയാമെങ്കിൽ പോലും പല മണ്ഡലങ്ങളിലും പ്രവചനാതീതമായ മത്സരമാണ്. കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ അവിടെ 2 മണ്ഡലങ്ങളിൽ, കണ്ണൂരിലും പാലക്കാട്ടും LDFന് മേൽക്കൈ ഉണ്ട് എന്ന് പറയാം. പക്ഷേ ആ മേൽക്കൈ എന്ന് പറയുന്നത് വളരെ നേരിയ 3% താഴെയാണ്. അത് എങ്ങോട്ടും അറിയാം. അതുപോലെ തന്നെ കോഴിക്കോട് UDFന് മേൽക്കൈയുണ്ട്. പക്ഷേ അതും 3% താഴെയാണ്, 1% അല്ലേ? അതെ, 5-2 എന്നുള്ള നിലയിൽ UDFന് മേൽക്കൈ. നാളെ എന്തായിരിക്കും? നാളെ ഇനി 7 മണ്ഡലങ്ങൾ ബാക്കിയുണ്ട്. അതിൽ തന്നെ കേരളം ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം നടക്കുന്ന ചില മണ്ഡലങ്ങളുണ്ട്. വടകരയുടെ കാര്യത്തിലൊക്കെ ആളുകൾ കസേരയിൽ നിന്ന് പകുതി എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഇപ്പൊ തൃശ്ശൂരോ? നിശ്ചയമായും കഴിഞ്ഞ 2 സർവേയിലും LDF ആയിരുന്നു മുമ്പിൽ എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിൽ LDF, വടകരയിൽ LDF എന്നുള്ളതാണ്. അത് അതേപടി നിലനിർത്തുന്നുണ്ടോ? അതെ, അത് അങ്ങനെ തന്നെ ഉണ്ടോ? അതിൽ മാറ്റം വന്നോ? തുടങ്ങിയ കാര്യങ്ങൾ അറിയാം. പിന്നെ അഭിലാഷ്, ഒരു കാര്യമുണ്ട്. ഈ ഒരു നമ്മുടെ മാതൃഭൂമി ന്യൂസ് PMark അഭിപ്രായ സർവേ ഫലം കാണാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് സമയവും ചെലവഴിക്കേണ്ട കാര്യമില്ല. 1 മണിക്കൂർ അത് ഫുൾ ടൈം ഇരുന്ന് കാണുക. പെട്ടെന്ന് ഈ മണ്ഡലങ്ങളുടെ ഫലം അറിഞ്ഞു പോകും. അപ്പോൾ നാളെ കാണാം. നാളെ 7 മണ്ഡലങ്ങളുണ്ട്. ഇതേ സമയം 8:30 TV വെച്ചാൽ വരുന്ന 7 മണ്ഡലങ്ങളിൽ ആരാണ് മുൻപിൽ എന്നുള്ളതിന്റെ വിവരവും വിശകലനവും. ഇപ്പോ ഇന്നത്തേക്ക് ഗുഡ് നൈറ്റ്. നാളെ കാണാം.